വാർത്തകളിലേക്ക് വന്നാൽ വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നെ പിടികൂടാനുള്ള ദൌത്യം രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ആന നിൽക്കുന്ന പ്രദേശം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണുണ്ടി മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വെക്കാനാണ് ഇന്നത്തെ നീക്കം. MS അനീഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ബേലൂർ മഗ്ന ഓപ്പറേഷൻ രണ്ടാം ദിനം ആരംഭിച്ചോ? ആനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഈ ഓപ്പറേഷന് അനുയോജ്യമായ ഇടത്താണോ ഇപ്പോൾ ആനയുള്ളത്? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, മണ്ണുണ്ടി മേഖലയിൽ ആനയുടെ സാന്നിധ്യം രാവിലെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റേഡിയോ കോളിൽ നിന്നുള്ള സിഗ്നലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ തിരച്ചിൽ ആരംഭിച്ചത്. ഇതിനുശേഷമാണ് ഇന്നലെ ആനയെ കണ്ടെത്തിയ വലിയപുഴ ഭാഗത്തു നിന്നും കുറച്ചുകൂടി മാറിയാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നു. 2 RRT സംഘമാണ് രാവിലെ തന്നെ കാട്ടിലേക്ക് പോയിരിക്കുന്നത്. കൂടുതൽ സംഘങ്ങൾ എത്തും എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ 5 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ച് RRT സംഘം മടങ്ങിയപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മണിക്കൂറുകളോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും തടഞ്ഞു വെച്ചായിരുന്നു അവർ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിച്ചത്. അതിനുശേഷം രാത്രിയിൽ മുഴുവൻ പട്രോളിംഗ് നടത്താമെന്ന ഒരു അനുമതി വാങ്ങിയ ശേഷമാണ് നാട്ടുകാർ ഇവരെ വിട്ടയച്ചത്. എന്തായാലും രാത്രിയിൽ ഉടനീളം പോലീസിന്റെയും ഫോറസ്റ്റ് വകുപ്പിന്റെയും പട്രോളിംഗ് സംവിധാനം ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ആനയ്ക്കപ്പുറം മറ്റ് ചില ആനകളുടെ സാന്നിധ്യവും കാട്ടിൽ ഇന്നലെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ 3 വട്ടമാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ 3 തവണയും ലക്ഷ്യം പാഴായിപ്പോയി, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് പിഴച്ചു പോവുകയായിരുന്നു. കാരണം മയക്കുവെടിയോട് അതിസമൃദ്ധമായാണ് ഈ ആന പ്രതികരിക്കുന്നത്. കാരണം മയക്കുവെടി എത്തുമ്പോൾ തന്നെ പാഞ്ഞു മാറുന്ന ഒരു രീതിയാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം, മുന്നിൽ കാണുന്ന ചില പൊന്തക്കാടുകളുണ്ട്, ഈ ഇല്ലി മുളം കാടുകൾ, അത്തരം കാടുകളുണ്ട്. ഇത്തരം കാട്ടിനുള്ളിലേക്കാണ്, അല്ലെങ്കിൽ കാടിന്റെ മറുവശത്തേക്കാണ് ആന പലപ്പോഴും പാഞ്ഞു മാറുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദൂരത്തിൽ അതിൻ്റെ അടുത്താവും, അല്ലെങ്കിൽ അതിൻ്റെ ഏതാണ്ട് ചേർന്ന സ്ഥലത്താവും ഈ വെടിവെക്കുന്ന RRT സംഘം നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ആ കാണുന്ന ദൂരത്തിൽ, ആ കാട് നിൽക്കുന്ന ദൂരത്തിലാവും ഈ ആനയുണ്ടാവുക. ഇവിടെ നിന്നും ലക്ഷ്യത്തിലേക്ക് വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അത്തരം കാടിന്റെ പുറകുവശത്തേക്ക് ആന മറയും. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ സ്പോട്ടിൽ എത്തിക്കാൻ, ലക്ഷ്യത്തിൽ വെടി എത്തിക്കാൻ അധികൃതർക്ക് കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം ആന വളരെ പെട്ടെന്ന് ഈ ആളുകളുടെ സാന്നിധ്യം അറിഞ്ഞ ഉടൻ തന്നെ വളരെ വേഗം സ്ഥലത്തു നിന്നും മാറുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനവും ആനയുടെ ഭാഗത്തുനിന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ ദൌത്യത്തിന് മാറുന്നത്. മറ്റൊന്ന്, ഇപ്പോഴും ഈ അടിക്കാട് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും 2-3 കിലോമീറ്ററൊക്കെ അകലെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ച് ആനയെ മയക്കിയാലും ആനയെ പിന്നീട് ഈ ജനവാസ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ വാഹനത്തിലേറ്റി കൊണ്ടുപോകുന്ന ഇടത്തേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുങ്കിയാനകളെയും മറ്റും ഉപയോഗിച്ച് ഇത്ര ദൂരം വലിച്ചഴിച്ച് ആനയെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ തണ്ണീർക്കൊമ്പിന്റെ കാര്യത്തിലൊക്കെ ഈ റോഡിനോട് ചേർന്ന ഇടം, അല്ലെങ്കിൽ വാഹന സൗകര്യം ഉള്ള ഇടത്തായിരുന്നു ആനയെ എത്തിച്ച്, അല്ലെങ്കിൽ ആന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും മയക്കുവെടി വെച്ച ശേഷം കേവലം 10-50 മീറ്റർ മാത്രമാണ് ആനയെ വലിച്ചഴിച്ചുകൊണ്ട് പോകേണ്ടുവന്നത്. അവിടെ പോലും ആനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോഴും ആനയ്ക്ക് തണ്ണീർക്കൊമ്പിന് പരിക്ക് പറ്റിയെന്നുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് ഈ ആനയെ ഒരു കാരണവശാലും ഇത്രയധികം ദൂരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിനുള്ള ഏക മാർഗം ഈ സാഹചര്യങ്ങളൊക്കെ ഈ ദൌത്യം നീളാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? ഇന്നലെ തന്നെ ആനയെ മയക്കുവെടി വെക്കാത്തതിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ സമാനമായ ഒരു സാഹചര്യം, ജനങ്ങൾക്കിടയിലൊക്കെ വലിയ പ്രതിഷേധ സാഹചര്യം ഇന്നുമുണ്ടോ? ഇന്ന് ജനങ്ങൾ കാര്യമായി ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. വനമേഖലയാണ്, അതുകൊണ്ട് ആളുകൾ, ഈ കോളനിവാസികളൊക്കെയാണുള്ളത്. അവർ ഈ ദൌത്യം നടക്കുന്ന സ്ഥലത്തേക്ക് കാര്യമായി വന്ന് തുടങ്ങിയിട്ടില്ല. അല്പസമയം കഴിയുമ്പോഴാവും അവരൊക്കെ എത്തുക. ഉദ്യോഗസ്ഥ സംഘം രാവിലെ തന്നെ കാട്ടിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വെല്ലുവിളികൾ, അതൊരു അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആനയെ പുറത്തെത്തിക്കാതെ വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇന്നലെ ഏതാണ്ട് അടുത്തെത്തിയതാണ്. മയക്കുവെടി വെക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കാട്ടിനുള്ളിൽ നിന്ന് ആനയെ തുരത്തി സംഘം പുറത്തേക്ക് എത്തിച്ചു. തോൽപ്പെട്ടി വനമേഖലയിലെ മൈസൂർ മാനന്തവാടി വഴിയിലെ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തിയ ശേഷം അവിടേക്ക് എത്തിച്ചതാണ്. പക്ഷേ ദൌത്യം ആരംഭിക്കാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ആന വീണ്ടും കാട്ടിലേക്ക് കുതിച്ചു പായുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ
ഈ ദൗത്യത്തിന് വന്നിരിക്കുന്നത്. ഒന്ന്, ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥാനം പുറത്തുനിന്നും ഒരുപാട് അകലെയാണ്. മറ്റൊന്ന്, ഈ മയക്കുവെടിയോട് സമർത്ഥമായി ആന പ്രതികരിക്കുന്നു. അതായത് മയക്കുവെടിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് വളരെ കൃത്യമായി തന്നെ മാറുന്നു. ഇത്തരം രണ്ട് സാഹചര്യങ്ങളും ഈ ദൗത്യത്തിന് തിരിച്ചടിയാണ്. ഇന്നും എന്തായാലും അനീഷ്, പ്രാദേശിക അവധി ഉൾപ്പെടെ നൽകിക്കൊണ്ടൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ജനങ്ങൾക്ക് എന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? ഇത് ജനവാസ മേഖലയോട് അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ? പ്രാദേശികമായി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ആളുകൾ കാര്യമായി പുറത്തേക്ക് ഇറങ്ങരുത്, കാരണം ഈ കാടുകളോട് ചേർന്ന ഇടങ്ങളിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുല്ല് വെട്ടാനും ഒപ്പം കന്നുകാലി മേയ്ക്കാനും ഒക്കെ പോകുന്ന ആളുകളുണ്ട്. അവരോടൊന്നും കാട്ടിലേക്ക് പോകരുതെന്ന് ഈ ഉച്ചഭാഷണികൾ വഴി വിളിച്ചു പറഞ്ഞുള്ള അറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം ഈ പാലളക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുടെ സമയം വൈകിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അത്തരത്തിൽ ഈ ജനങ്ങളുടെ ജീവിതത്തെ എല്ലാ രീതിയിലും ബാധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾക്ക് രാവിലെ നാട്ടുകാർ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങുന്നു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രിയിൽ ശല്യം വല്ലതും ഉണ്ടായോ? രാത്രി ശല്യമൊന്നും ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതിപ്പോ ഏത് ഭാഗത്തുള്ളതെന്നല്ല, ഭാഗത്തുണ്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഭാഗത്തേക്കെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആ ഭാഗത്തുള്ളതെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഏത് ഭാഗത്ത് പോയെന്ന് അറിയില്ലല്ലോ. ഇന്നലെ ആ ഭാഗത്ത് തന്നെ എല്ലാവരും ബാവിന്റെ ആ സൈഡ് ഭാഗം. നിങ്ങൾക്ക് ഇപ്പോഴും മുന്നറിയിപ്പുണ്ടോ ഈ കാട്ടിലേക്ക് പോരുതെന്ന്? അല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയില്ല. ഇല്ല. ഇന്നിപ്പോ ഈ ഭാഗത്ത് വിളിച്ചു പറഞ്ഞൊന്നും വന്നില്ല. ഇന്ന് വന്നില്ല, ഇന്നാരും വന്നില്ല. ഗാർഡുമാര് വന്നിട്ട് പോയി. എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങളുടെ മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്? അതെ, ഞങ്ങളുടെ മേഖലയിൽ നിന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ കിട്ടിയേക്കുന്നത്. ടി വിയിൽ കണ്ടത്. അത് വാർത്തയുള്ളതെന്ന് ഒരു പിടിക്കുന്നു. അതിന്റെ ഒരു ആശങ്ക ഉണ്ടോ ഈ ഭാഗത്ത് തന്നെ? അങ്ങനത്തെ ഒരു ആശങ്ക ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങില്ല, രാത്രി വർക്കുണ്ടാവില്ല. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാത്തിരിപ്പ്. അവർ പിടിക്കുവാണെങ്കിൽ, ഇന്ന് കിട്ടുവാണെങ്കിൽ പിടിക്കാർക്കും, കിട്ടുവാണെങ്കിൽ ഒരു സമാധാനമാവും. സമാധാനമാവും. ആളുകൾ അതാണ് ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ആനയുടെ സാന്നിധ്യം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ആനയെ കിട്ടിയാൽ ഒരു മനസമാധാനത്തോടുകൂടി ഇരിക്കാം എന്നാണ് അവർ പറയുന്നത്. ആളുകളൊക്കെ പതിയെ വിവിധ ഇടങ്ങളിൽ നിന്നായി രാവിലെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇന്നലെ ഒരു പ്രധാന കേന്ദ്രമായി വൈകുന്നേരത്തോടുകൂടി മാറിയത് ഇവിടമായിരുന്നു. ഇന്നിപ്പോൾ നാട്ടുകാരൊക്കെ ചെറുതായി ഈ സ്ഥലത്തേക്ക്. ശരി, എന്തായാലും ഓപ്പറേഷൻ മഗ്ന ഇന്നും തുടരും. ആനയെ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ആന വനപ്രദേശത്താണുള്ളത്. നമ്മൾ കാണുന്ന ഈ റോഡ് ഭാഗത്തേക്ക് വേണം മയക്കുവെടി വെച്ചാൽ ആനയെ കൊണ്ടുവരിക. ആ ദൂരമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. എങ്കിൽ പോലും ദൗത്യം ഇപ്പോഴും തുടരുകയാണ്.